നമസ്കാരം സൂപ്പർ നാച്ചുറൽ ഫാമിലി. ഞങ്ങളിപ്പോൾ എറണാകുളത്താണ് ഉള്ളത്, അറിയാലോ അല്ലേ? അപ്പം ഞാൻ നിങ്ങളെല്ലാവരും ചാച്ചനും ഉമ്മയും ചാനലിനകത്തൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ് ഒക്കെ പറയുന്നത് ഞാൻ കണ്ടു. ചാച്ചൻ്റെയും ഉമ്മയുടെയും വീഡിയോയ്ക്കൊന്നും സൗണ്ടില്ല, സൗണ്ട് വളരെ കുറവാണ്, അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതങ്ങ് പരിഹരിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് രണ്ടുപേർക്കും 2 ഫോൺ വാങ്ങിച്ചു. iPhone 13 ആണ് വാങ്ങിച്ചത്. അപ്പം അത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേറൊരു കാര്യമുണ്ട്. ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ എന്ന് പറയാനായിട്ട് കാര്യം, എനിക്ക് ഫോൺ വളരെ വില കുറച്ചിട്ടാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ ഒരുപാട് വില കുറച്ചല്ല, എന്നാലും ഒരു ഡീസൻറ്റ് പ്രൈസിങ്ങിലാണ് കിട്ടിയത്. അത് കൂടാതെ ഞാൻ ഇതിൻ്റെ ഒരു ചാർജർ അതിൻ്റെ നമുക്ക് ഈ ഐഫോൺ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പിൻ കിട്ടത്തില്ല, പിന്നെ അത് കിട്ടത്തില്ല. അപ്പം അത് വാങ്ങാൻ വേണ്ടി ഞാൻ ലുലു മോളിൽ ചെന്നപ്പോൾ ഫോൺ 4 എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കയറി ഈ ഇത് വാങ്ങാനായിട്ട് ചെല്ലുന്നത്. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കൊടുക്കുക എൻ്റെ ഗൂഗിൾ പേ ആയിരുന്നു. അന്ന് എൻ്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്തില്ല. വർക്ക് ചെയ്യാതിരുന്ന സമയത്ത് അവർ പറഞ്ഞു അവർക്ക് എന്നെ മനസ്സിലായില്ല, ആരാന്ന് മനസ്സിലായില്ല. ഞാൻ ആരാന്ന് പറയാനും പോയില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം കുഴപ്പമില്ല, സാരമില്ല ചേച്ചി, കുഴപ്പമില്ല, നമ്മളൊക്കെ ഇവിടെ തന്നെ ഉള്ള ആൾക്കാരല്ലേ ചേച്ചി, പിന്നെ പൈസ തന്നാൽ മതി, അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അന്ന് മൊത്തം ആക്ച്വലി ഗൂഗിൾ പേ വർക്കായില്ല. കാര്യം പുതിയ ഫോൺ ആയതുകൊണ്ട്, ഞാനും പുതിയ ഫോൺ വാങ്ങിയിട്ടോ. അപ്പോൾ പുതിയ ഫോൺ ആയതുകൊണ്ട് ഒരു ദിവസം നമുക്ക് 5000 രൂപയുടെ ട്രാൻസാക്ഷനേ നടക്കുകയുള്ളൂ ഗൂഗിൾ പേയിൽ. അപ്പം ഞാൻ ഓൾറെഡി 5000 കടന്നതുകൊണ്ട് എനിക്കത് അന്ന് എനിക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ അവർക്ക് പൈസ അയച്ചു കൊടുത്തത്. ഇത് കൂടാതെ ഈ പയ്യന്മാര് ഈ ഫോൺ 4 എന്ന് പറയുന്ന ലുലു മോളിലെ ഷോപ്പിലുള്ള പയ്യനും തൊട്ടടുത്ത്, ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ നമ്മളിപ്പോൾ ഫോൺ വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മളിപ്പം പറയാൻ പറ്റത്തില്ല, പിള്ളേരൊക്കെ ഉള്ള വീടല്ലേ, അപ്പോൾ ഇത് താഴെ വീഴുകയും പൊട്ടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം എൻ്റെ പഴയ ഫോണിൻ്റെ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഇങ്ങനെ കുറച്ച് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൊട്ടുമൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാനിത് ചെയ്തു. എന്താ പറയുക, സ്ക്രീൻ ഗാർഡ് ചെയ്തു. ഫ്രണ്ടിലും ബാക്കിലും പിന്നെ സൈഡിലും സ്ക്രീൻ ഗാർഡ് ചെയ്തു. അവിടുത്തെ കടയിലെ രമേശ് എന്ന് പറഞ്ഞൊരു പയ്യൻ, അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഗൂഗിൾ പേ വർക്കായില്ല. അവരിതുപോലെ ഇത് ചെയ്ത് തന്നുവിട്ടു. പിറ്റേ ദിവസമാണ് പൈസ ചെയ്തത്. ഇവർ രണ്ടുപേരും പിറ്റേ ദിവസം എൻ്റെ ഒരു പഴയ ഫോൺ ഉണ്ടായിരുന്നത് വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കട്ടെ. അപ്പം ഇവരിവിടെ എൻ്റെ ഓഫീസിൽ വന്ന് ഇവിടെ എൻ്റെ ഇതെല്ലാം, അപ്പോഴാണ് ഇവർക്ക് എന്നെ മനസ്സിലായത്. എന്നിട്ട് അവർ ഗൂഗിൾ ചെയ്ത് എൻ്റെ ഇതെല്ലാം എടുത്ത് നോക്കി. അപ്പോഴാണ് ഇവർക്ക് ആളെ മനസ്സിലായത്. പക്ഷെ എന്നാൽ പോലും ആളെ തിരിച്ചറിയാതെ തന്നെ നമ്മളെ ഒരു നല്ല മനസ്സോടുകൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുക. പൈസ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ അവിടുന്ന് പൈസ കൊടുക്കാതെ പോന്നു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് അത് പോവും. എന്നിട്ട് പോലും എനിക്ക് അതിന് ശേഷം നമുക്ക് എൻ്റെ ഫോണിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണെങ്കിൽ പോലും എൻ്റെ പഴയ ഫോൺ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഡിസ്പ്ലേ വരെ പൊട്ടിയതാണ്. എന്നിട്ട് പോലും അതിനൊരു നല്ല റേറ്റ് തന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ആലോചിച്ചു, അവരെ തിരിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടത് എൻ്റെ ഒരു കടമയല്ലേ. അപ്പോൾ അവർക്കും തിരിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ ഫോൺ മാറ്റാനോ അല്ലെങ്കിൽ പുതിയ ഫോൺ വാങ്ങാനോ എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ താഴെ കൊടുത്തേക്കാം, അവരെ കോണ്ടാക്ട് ചെയ്യുക. നല്ല ഡീല്, ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഡീല്, നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്താൽ പോലും അത്രയും നല്ല ഡീല് കിട്ടത്തില്ല. അതേപോലെ അതിനവർക്ക് കുറച്ച് ട്രിക്സ് ഒക്കെ ഉണ്ട്, അങ്ങനെ അത്രയും നല്ല ഡീലിൽ സാധനം എടുത്ത് തരാനായിട്ട്. അപ്പം ഏറ്റവും നല്ല ഡീല് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഫോൺ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ അവർ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്, നമ്മൾ പുതിയ ഫോൺ വാങ്ങുന്ന സമയത്ത് EMIയിൽ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് EMIക്ക് ഇൻട്രസ്റ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ സാധാരണ അല്ലാതെ നമ്മൾ EMIയിൽ വാങ്ങിച്ചാൽ EMI ഇൻട്രസ്റ്റ് വരുമല്ലോ. ഇതിന് ഇൻട്രസ്റ്റ് ഇല്ല സത്യത്തിൽ. അത് ഞാൻ ഇവർ പറയുമ്പോഴാട്ടോ അറിയുന്നത്. നമ്മളങ്ങനെ EMI വെച്ച് വാങ്ങിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ്. ഈ പുതിയ ഫോൺ വാങ്ങാനായിട്ട്, എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്, അതിൻ്റെ ആക്സസറീസ് വാങ്ങാനായിട്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ലുലു മോളിൽ ഫോൺ 4 എന്ന് പറയുന്ന ഷോപ്പിൽ ലക്ഷ്മണാണ് എനിക്ക് ഈ സഹായങ്ങളൊക്കെ ചെയ്തു തന്നത്. തൊട്ടപ്പുറത്തെ കടയിലാണ്
ഒരു കിയോസ്ക് ഉണ്ട്. നമ്മൾ 3rd ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം. ആ കിയോസ്കിലാണ് എന്താ പറയുന്നത്, ഈ രമേഷിന്റെ കടയുള്ളത്. രമേഷാണ് നമ്മൾ ഈ സ്ക്രീൻ ഗാർഡൊക്കെ ചെയ്തു തരുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പേടിക്കാനില്ല. വെള്ളത്തിൽ പോയാലും താഴെ വീണാലും ഒരു 20 അടി പൊക്കത്തുനിന്ന് ഫോൺ താഴെ വീണാലും പൊട്ടത്തില്ല. അപ്പൊ 20 അടി വരെ അവർ ഗ്യാരണ്ടി പറയുന്നുള്ളൂ. 1 വർഷത്തെ വാറണ്ടി ഉള്ള സാധനമാണ് ഈ സ്ക്രീൻ ഗാർഡ്. ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ നമുക്ക്, പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആവുമ്പോൾ ഈ നമ്മൾ അടുക്കളയിലൊക്കെ കൊണ്ട് നടക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ വെക്കും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഈ പാചകത്തിലും അവിടെ ഇവിടെയൊക്കെ വെള്ളവും അതും ഇതൊക്കെ കാണും. അപ്പോൾ അങ്ങനെയൊന്നും നമ്മുടെ ഫോൺ ചീത്തയായി പോകാതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതായിരിക്കും. അപ്പം ഞാൻ ഈ പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞേക്കുന്ന iPhone 13 Pro അല്ലെങ്കിൽ iPhone 13 കുറിച്ചൊക്കെയാണ്. ഇതല്ലാതെ ഇവർ ബേസിക്കലി സാംസങ് ഡീലേഴ്സ് ആണ് ഈ ഫോൺ 4. അപ്പോൾ സാംസങ് ഫോൺ നോക്കുന്നവരും അല്ല, ഐഫോൺ ആണെങ്കിലും അതല്ല സാധാരണ ഫോണാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നല്ല റേറ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം മൈജിയിലും അവിടെ ഇവിടെയൊക്കെ നേരിട്ട് നിങ്ങൾ സ്റ്റോറിൽ ചെന്ന് വാങ്ങാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസയാവും. അപ്പം അതിൽ നല്ലത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പൈസ ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവരിപ്പോൾ ആ പയ്യന്മാർ എൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ഇവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല കേട്ടോ. നമുക്കൊരു ഹെൽപ്പ് ചെയ്ത് തരുന്നത് പോലെ അവർ വരികയാണ്. അവർക്കറിയില്ല ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന കാര്യമൊന്നും അവർക്കറിയത്തില്ല. അപ്പം മമ്മിയുടെ ഡാറ്റാസ് ഫുൾ ട്രാൻസ്ഫർ ചെയ്ത് തരാം. അവരിന്ന് അവിടെ ലുലുവിലേക്ക് പോകുന്ന വഴി വന്നിട്ട് മമ്മിയുടെ പുതിയ ഫോണിൻ്റെ ട്രാൻസ്ഫർ എല്ലാ ഡേറ്റയും ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി അവരിപ്പം ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും 2 പേരെ ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ താഴോട്ട് പോവാണ്. താഴെ അവരിപ്പം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ലക്ഷ്മണനും രമേഷും. അപ്പം ഞാൻ താഴേക്ക് പോവാം, അവരെ കാണിച്ചു തരാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ ലുലു മോളിൽ വരുന്ന സമയത്ത് ഇവരെ 2 പേരെയും മറക്കരുത്, ലക്ഷ്മൺ ആൻഡ് രമേഷ്. ഹലോ, അപ്പൊ ഇതാണ്. അപ്പൊ നാട്ടിൽ പോയില്ലേ? പോയോ? ഇത് ഞാൻ കൊണ്ടുവന്നേരാ, വേറെ ആണോ? അപ്പൊ ഇതാണ് മമ്മിക്ക് വാങ്ങിച്ച പുതിയ ഫോൺ. മമ്മിക്കല്ല, പപ്പയ്ക്ക്. മമ്മിക്കുള്ളത് പുറകെ വരുന്നതേ ഉള്ളൂ. ഇതാണ്ട പുതിയ ഐഫോൺ റെഡ് ആണ് വാങ്ങിച്ചത്. iPhone 13 റെഡ്. നല്ല രസമുണ്ടല്ലേ റെഡ്? ബ്ലൂവിനേക്കാളും ഭംഗിയുണ്ട്. ഞാൻ ബ്ലൂ ആ വാങ്ങിയത്. ആണ്. അപ്പം ലക്ഷ്മണനെ നിങ്ങൾ ആരും മറക്കാതിരിക്കുക. ലക്ഷ്മൺ ലുലു മോളിൽ ചെല്ലുമ്പോൾ ഫോൺ 4 എത്ര 3rd ഫ്ലോറിൽ? സെക്കൻഡ് ഫ്ലോറിൽ നമ്മള് PVRലേക്ക് പോകുന്ന വഴി അല്ലേ? പോകുന്ന വഴി ഫോൺ 4 ഉണ്ട്. അപ്പൊ ഫോൺ സംബന്ധമായ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ലക്ഷ്മണനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴെ ലക്ഷ്മണന്റെ നമ്പർ കൊടുത്തേക്കാം. പേഴ്സണൽ നമ്പർ കൊടുക്കണോ അതോ അവിടുത്തെ നമ്പർ കൊടുക്കണോ? ഓക്കെ, അല്ല, ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക. അപ്പം ഇത്രയും സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്ന ലക്ഷ്മണന് ഒരുപാട് താങ്ക് യു.